ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലത്തി ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളുള്ളത് 150 വർഷം പഴക്കമുള്ള ഒരു കോവിലകത്തിൻ്റെ മുന്നിലാണ്. അതായത് മലപ്പുറത്തുള്ള ഒരു റിസോർട്ടാണ് കോവിലകം റിസോർട്ട്. അതിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മളെ വ്ളോഗിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ലത്തി ബ്ലോഗിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾക്ക് മോഹം മിന്നി സ്വപ്നം നിന്നേ കാലം പാഞ്ഞി കാടും മേടും മലയാനെന്നും താഴ്വാരങ്ങൾ. അങ്ങനെ നമ്മൾ ഈ മലബാർ കോവിലകം എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഓരോ കാഴ്ചകളായിട്ട് നമുക്ക് കാണാം. ഉള്ളിൽ താളം തട്ടി പാദം പോലെ നാം ഇന്നാകെ ഒന്നിച്ചൊന്നീ വാനിൽ ചേക്കേറാം. കയറി വന്നു കഴിഞ്ഞാൽ ഒരു കാട്ടിൻ്റെ ഉള്ളിലുള്ള ഒരു സ്റ്റേ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. മൊത്തം മരങ്ങളൊക്കെ ഇടയിലായിട്ടാണ് ഈ ഒരു കോവിലകം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ കോവിലകം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും അടിപൊളിയായിട്ടുള്ളൊരു സെറ്റപ്പ്. റൂമിൻ്റെ ഉള്ളിലുള്ള ഫെസിലിറ്റീസാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അടിപൊളിയായിട്ടൊരു കട്ടിലും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിലൊരു ബാത്റൂം ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഡ്രസ്സിങ് ടേബിളും അതേപോലെ തന്നെ കണ്ണാടിയും കാര്യങ്ങളുണ്ട്. നമുക്ക് വെള്ളം ചൂടാക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സെറ്റപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ ഒരു TV അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ വെക്കാനുള്ള ഒരു വാർഡ്രോബ് ഉണ്ട്. പിന്നെ ഇവിടെ ഇരിക്കാനുള്ളൊരു സൗകര്യമുണ്ട്. ഈ ഒരു ഡോർ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിലത്തെ വ്യൂ ആണ് കാണാൻ പറ്റുന്നതായിട്ട്. ഈ ഒരു ജനൽ തുറന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. പകലാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വ്യൂ ആണ്. നമ്മളിവിടെ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. ഇതാണ് ഈ ഒരു റൂമിൻ്റെ ഉള്ളിലത്തെ സെറ്റപ്പ് ഇട്ടാ. അടിപൊളിയില്ല, പൊളി സെറ്റപ്പ് ഇട്ട. അതേപോലെ ഇതിൻ്റെ ഈ താഴെയുള്ള ടൈല് കാര്യങ്ങളൊന്നും മാറ്റിയിട്ടില്ല. ഈ ഒരു 150 വർഷത്തെ പഴക്കം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ ഒരു പഴക്കം കാണിക്കുന്നതാണ് ഈ ഒരു ടൈല് കാര്യങ്ങളെല്ലാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത റൂമുകളിൽ പോകാം.
മുകളിലുള്ള സീറ്റ് റൂമിൻ്റെ ഉള്ളിലാണുള്ളത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വലിയൊരു റൂം തന്നെ ഉണ്ടോ. നമ്മൾ താഴെ കണ്ട പോലെയല്ല, അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്, നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള. അതേപോലെ തന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓരോ റൂമിനും ഓരോ തരം ടൈലാണ് കേട്ടോ. പണ്ടത്തെ അതേപോലത്തെ ആ ടൈൽ തന്നെയാണ് ഉള്ളത്. ആ ഒരു ടൈൽ തന്നെയാണ്, മാറ്റിയിട്ടൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ 2 TV ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇവിടെ ഇരുന്നിട്ട് കാണാൻ ഒരു സൗകര്യത്തിന് ഇവിടെ ഒരു TV ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ കിടന്നിട്ട് കാണാൻ പറ്റുന്ന ഒരു ഇതിൽ ഈ ഒരു ഭാഗത്തും ഒരു TV ഉണ്ട് കേട്ടോ. 2 റൂമുണ്ട് ഈ ഒരു റൂമിൽ, 2 TV ഉണ്ട് ഈ ഒരു റൂമിൽ കേട്ടോ. പിന്നെ ഒരു ഡ്രസ്സിങ് അൽമാറ, അതേപോലെ തന്നെ ഇവിടെ ഒരു ഷെൽഫ് ഉണ്ട്. പിന്നെ നമ്മളെ ബാത്റൂം. പിന്നെ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു ബാൽക്കണി വരുന്നുണ്ട്, പുറത്തേക്കുള്ള ബാൽക്കണി ഉണ്ട്. പിന്നെ നമുക്ക് വെള്ളം ചായ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സൗകര്യമുണ്ട്. പിന്നെ ഫ്രിഡ്ജ് ഉണ്ട് കേട്ടോ, ഫ്രിഡ്ജ് സൗകര്യമുണ്ട്, അടിപൊളിയാണ്, നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം മരത്തിൻ്റെ തടിയിലാണ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു സ്യൂട്ട് റൂമിൻ്റെ മറ്റൊരു പ്രത്യേകത കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാൽക്കണിത്തെ കാഴ്ചകൾ കാണാം. റിസോർട്ടിൽ വരുന്നത് ടോട്ടൽ 10 ബെഡ്റൂമാണ് കേട്ടോ. 10 ബെഡ്റൂമിൽ ഈ ഒരു ഭാഗത്ത് വരുന്നത് 4 ഡീലക്സ് റൂമാണ് വരുന്നത്, മുകളിലും താഴെയായിട്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊന്ന് കാണട്ടെ. അപ്പോൾ ഡീലക്സ് റൂമിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഇതാണ് ഡീലക്സ് റൂമിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ കേട്ടോ. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. മറ്റുള്ള ഇതെല്ലാം പോലെ തന്നെ ഇതിൽ ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു ചെയറും അതേപോലെ തന്നെ ഒരു ടീപ്പോയും വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു അത്യാവശ്യം നല്ലൊരു വീതി വലുപ്പത്തിലാണ് ഈ ഒരു റൂമുള്ളത്. പിന്നെ ഈ ഒരു കട്ടില് കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഡീലക്സ് റൂമിന്റെ ബാത്റൂമിന്റെ അകത്തുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു കാഴ്ച കൂടി നിങ്ങൾക്ക് കാണിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വലിയൊരു ബാത്റൂം തന്നെയാണ്, നല്ല സൗകര്യത്തിലുള്ള ഒരു ബാത്റൂമാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബാത്റൂമിന്റെ അകത്ത് ഒരു ഫോൺ ഉണ്ട് കണക്ട് ചെയ്ത്. നിങ്ങൾ ഇതേപോലത്തെ ബാത്റൂമിൽ ഫോൺ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഒരു ബ്രഷ് കാര്യങ്ങൾ, അതേപോലെ തന്നെ ഷേവിംഗ് സെറ്റ്, നമ്മളെ സോപ്പ് കാര്യങ്ങളെല്ലാം ആയിട്ട് ഒരു കിറ്റ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നല്ല ഭംഗിയിൽ കാര്യങ്ങളെല്ലാം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് ചൂടാക്കാൻ വേണ്ടി ചൂടാക്കുന്നില്ല, സൗണ്ട് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചൂടാക്കുന്നില്ല. അപ്പോൾ ഇവിടെ നല്ലൊരു ചെടിയൊക്കെ വെച്ച് നല്ല രസമാക്കി ചെയ്തിട്ടുണ്ട്. ഇത് ബാത്റൂമാണെന്ന് തന്നെ തോന്നില്ല, അത്ര നല്ല വൃത്തിയിൽ നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. മറ്റുള്ള ബാത്റൂമിനെ നോക്കുമ്പോൾ ഇത് കുറച്ച് വലിയൊരു ബാത്റൂമാണ്, അത്യാവശ്യം നല്ല വലിയൊരു ബാത്റൂമാണ്. പിന്നെ അതേപോലെ തന്നെ മറ്റേ റൂമെല്ലാം ഒരു പഴയ ഒരു ട്രഡീഷണൽ ലുക്കിലാണെന്നുണ്ടെങ്കിൽ ബാത്റൂം ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര മലപ്പുറം കോട്ടയ്ക്കിലുള്ള മലബാർ കോവിലകം എന്ന് പറഞ്ഞ ഈ റിസോർട്ടിന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോസുമായി വരുന്നവരെ ഓക്കെ, ബൈ ബൈ.